Welcome to the second topic of plus 2 mathematics, inverse trigonometric function. In this topic, we will discuss the principal value branch, graphs and properties of inverse trigonometric function. The first topic, relations and functions. One function invertible ആവണമെങ്കിൽ that function f is bijective എന്ന് പറഞ്ഞിട്ടുണ്ട്. So, ഇവിടെ trigonometric function invertibility ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. So, plus 1 പഠിച്ച trigonometric functionന്റെ ഡൊമെയിനും റേഞ്ചും ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. Let's go to GeoGebra. Yes. ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷന്റെ ഡൊമെയിനും റേഞ്ചും എങ്ങനെയാണ് ഗ്രാഫിക്കലി കണ്ടുപിടിക്കുന്നത് നോക്കാം. Consider a function f of x is equal to 1 by x minus 1 and see the graph of that. Okay. എങ്ങനെയാണ് ഡൊമെയിൻ കണ്ടുപിടിക്കുന്നത്? ഡൊമെയിൻ along x axis ആണ് and range along y axis ആണ്. Okay. അപ്പോൾ x axis ഏതൊക്കെ എലമെന്റ് എടുക്കുന്നുണ്ട്, y axis എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെക്ക് യൂസിങ് ഫസ്റ്റ് ഓഫ് ഓൾ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്. ഈ വെർട്ടിക്കൽ ലൈൻ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു പോയിന്റിൽ കട്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ എക്സ് വാല്യൂം ഡൊമെയിനിൽ ഉള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും പോയിന്റ് കർവിനെ കട്ട് ചെയ്യാതുണ്ടോ എന്നാണ് നമ്മൾ അത് ചെക്ക് ചെയ്യേണ്ടത്. സോ മൂവ് ഇറ്റ് ആൻഡ് സി അറ്റ് 1 the straight line, the vertical line will not intersect the curve. See, ഒന്ന് intersect ചെയ്യുന്ന പോലെ തോന്നും, പക്ഷേ ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ see this. So at x equal to 1 that straight line കർവിനെ കട്ട് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ കാണുന്നത്. സോ ഒന്ന് സൂം ഔട്ട് ചെയ്യാം. At x equal to 1 മാത്രമേ അങ്ങനെ കർവിനെ കട്ട് ചെയ്യാതുള്ളൂ. ബാക്കി എല്ലാ പോയിന്റിലും ദാറ്റ് വെർട്ടിക്കൽ ലൈൻ കട്ട്സ് ദ കർവ്. ഓക്കെ, ആ കട്ട് ചെയ്യുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ എക്സ് വാല്യൂം ഡൊമെയിനിൽ ഉള്ളതാണ്. നെക്സ്റ്റ് വി ക്യാൻ യൂസ് എ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ടു ഫൈൻഡ് ദ റേഞ്ച്. ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ മൂവ് ചെയ്യുമ്പോൾ തന്നെ കർവിനെ കട്ട് ചെയ്യാത്ത പോയിന്റ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സി ഇവിടെയൊക്കെ കർവിനെ കട്ട് ചെയ്യുന്നുണ്ട്. സി അറ്റ് എക്സ് ഈക്വൽ ടു 0 അവിടെ കട്ട് ചെയ്യുന്നില്ല. സി ദാറ്റ്. ഓക്കെ, ബാക്കി എല്ലാ പോയിന്റിലും കട്ട് ചെയ്യുന്നുണ്ട്. സി അറ്റ് എക്സ് ഈക്വൽ ടു 0 ദാറ്റ് ഹൊറിസോണ്ടൽ ലൈൻ വിൽ നോട്ട് ഇന്റർസെക്ട് ദ കർവ്. സോ അറ്റ് എക്സ് ഈക്വൽ ടു 0 റേഞ്ചിൽ ഉണ്ടാവില്ല. സോ ദ ഡൊമെയിൻ ഈസ് all real number except 1 and the range is all real number except 0. ഇങ്ങനെ നമുക്ക് ഫംഗ്ഷന്റെ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കാം. So consider sin x. Yes, sin x ന്റെ കർവാണ്. നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്, വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ആദ്യം എടുക്കാം. സി ടു ഫൈൻഡ് ദ ഡൊമെയിൻ. സോ വെർട്ടിക്കൽ ലൈൻ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ സോ -∞ മുതൽ ഇൻഫിനിറ്റി വരെ എല്ലാ പോയിന്റിലും വെർട്ടിക്കൽ ലൈൻ സൈൻ കർവിനെ കട്ട് ചെയ്യുന്നുണ്ട്. That means the domain of sine is set of real numbers. See, horizontal line move ചെയ്യുമ്പോൾ see it between -1 and 1 മാത്രമേ കർവിനെ കട്ട് ചെയ്യുന്നുള്ളൂ. See that? Now the range is between -1 and 1. It's a closed interval -1. So the sin x is defined from all real number to closed interval -1, 1. That's a domain and range. അടുത്ത cos x നോക്കാം. Say vertical line. See ഇവിടെ അതുപോലെ vertical line ഒന്ന് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? Yes, it intersect up to every point from -∞ to infinity. So domain is all real number. അതുപോലെ ഹൊറിസോണ്ടൽ ലൈൻ സൈൻ ചെയ്ത പോലെ തന്നെ between -1 and 1 മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ.
Okay, അത്രയും പോർഷനിൽ intersect ചെയ്യും. So cos x defined from all real number to closed interval minus 1 1. Yes. Next term, tan x. See, vertical line. Vertical line pass ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ പോയിന്റിലും ടച്ച് ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ ടച്ച് ചെയ്യാതെ ശ്രദ്ധിക്കും. Yes. See, at x equal to pi by 2, that vertical line will not intersect the curve of tan x. Correct അല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്റർസെക്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവും. So at x equal to pi by 2, ഡൊമൈനിൽ വരില്ല. Then next, yes, is 3 pi by 2 and 5 pi by 2 and 7 pi by 2, etc. So negative side ലോട്ട് പോവാണെങ്കിൽ at minus pi by 2, minus 3 pi by 2 and minus 5 pi by 2, etc. So the domain is all real number except odd multiple of pi by 2. Then horizontal line നോക്കിക്കോളൂ. Horizontal line y axis മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ പാസ് ചെയ്യുന്നുണ്ട്. ഏത് പോയിന്റിൽ പോയി പാസ് ചെയ്യിച്ചാലും that will intersect the curve. So the range is all real numbers. So tan x defined from all real number except odd multiple of pi by 2 to all real number. Next, cosec x. See cosec x in the graph model. Yes, vertical line pass ചെയ്യുമ്പോൾ എവിടേക്ക് intersect ചെയ്യുന്നില്ല, എവിടേക്ക് intersect ചെയ്യും. See, at x equal to 0, it will not intersect. Yes. Then at x equal to pi, intersect ചെയ്യുന്നില്ല. At x equal to 2 pi and 3 pi, 4 pi, etc. That means that is to negative side minus pi, minus 2 pi and minus 3 pi, etc. That means multiple of pi domain ഉണ്ടാവില്ല. So domain is all real number except multiple of pi. So range നോക്കാം. See, horizontal line pass ചെയ്യുന്നുണ്ടോ, ഇവിടെയൊക്കെ കർവിനെ കട്ട് ചെയ്യുന്നുണ്ട്. But in between minus 1 1, ഇവിടെ horizontal line ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. It will intersect the curve, but in between minus 1 and 1, it will not intersect the curve. So rangeൽ minus 1 intersect ചെയ്യുന്നുണ്ട്, minus 1 intersect ചെയ്യുന്നില്ല. So intersect ചെയ്യുന്നുണ്ട്, sorry. So between minus 1 and 1 intersect ചെയ്യുന്നില്ല. So the range is all real number except all number between minus 1 and 1. That means all real number except n pi is domain to all real number minus open interval minus 1 1. ഇതാണ് കൊസീക്കിൻ്റെ ഡൊമൈൻ റേഞ്ച്. നെക്സ്റ്റ് സീക്ക് എക്സ്, ഇതുപോലെ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്. യെസ്, മൂവ് ചെയ്യുമ്പോൾ എവിടേക്കാണ് ടച്ച് ചെയ്യുന്നത്, എവിടേക്കാണ് ടച്ച് ചെയ്യുന്നില്ല. സി അറ്റ് എക്സ് ഇക്വൽ ടു 3 pi by 2, at pi by 2, at minus pi by 2, at minus 3 pi by 2. Okay അല്ലേ? Then odd multiple of pi by 2 ഇല്ല. അതുപോലെ ഹൊറിസോണ്ടൽ ലൈൻ കൊസീക്ക് ചെയ്ത പോലെ ബാക്കി എല്ലാ പോയിന്റിലും കട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് ഇൻ ബിറ്റ്വീൻ minus 1 and 1. Yes. So sec x from all real number except odd multiple of pi by 2 to r minus open interval minus 1 1. Then cot x.
യെസ്, സി എവിടേക്കാണ് ടച്ച് ചെയ്യാത്തത്? സി അറ്റ് മൈനസ് പൈ, at x equal to 0, at x equal to pi, 2 pi, etc. That means multiple of pi domain ഉണ്ടാവില്ല. So all real number except multiple of pi. Then horizontal line. Yes. ഇത് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ കംപ്ലീറ്റ് നമ്മൾ പാസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ കർവിനെ ടച്ച് ചെയ്യുന്നുണ്ട്. സോ ഡൊമെയിൻ ഈസ് ഓൾ റിയൽ നമ്പർ എക്സെപ്റ്റ് 10 pi ആൻഡ് റേഞ്ച് ഈസ് all real numbers. ഇത്രയാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡൊമെയിനും റേഞ്ചും കാണാം. ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഇത് ഇൻവേർട്ടിബിൾ ആണോ, ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ബൈജക്റ്റീവ് ആവണ്ടേ എന്നൊക്കെയാണ് അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എന്താണ് അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഡൊമെയിനും റേഞ്ചും വരുന്നത്, മാത്രമല്ല അതിൻ്റെ ഗ്രാഫ് കൂടെ ഡിസ്കസ് ചെയ്യുന്നു യൂസിങ് ജിയോജിബ്ര. ഫസ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഡൊമെയിനും റേഞ്ചും ഒക്കെ നമുക്ക് അവിടെ ഉണ്ട്. അത് ഇൻവേർട്ടിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. മാത്രമല്ല അതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് പറയാം. വി കൺസിഡർ എ ഫംഗ്ഷൻ f of x is equal to 4x by 3x plus 4. 4x by 3x plus 4. ഇപ്പം നമ്മളതിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം തന്നെ മനസ്സിലാവും. y ഈക്വൽ ടു എക്സ് എന്ന ലൈനിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും അതിൻ്റെ ഇൻവേഴ്സ് എന്ന് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കൂ, ദിസ് ഇസ് ദ ഗ്രാഫ് 4x by 3x plus 4. സി ഇതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ മുമ്പ് ചെയ്ത് ഓർമ്മയുണ്ടാവും ഫസ്റ്റ് ടോപ്പിക് റിലേഷൻ ആൻഡ് ഫങ്ഷൻസിൽ. സി അതിൻ്റെ പോർഷൻസ് ഞാൻ കാണിക്കാം. സി ഇതാണത്. കൺസിഡർ എ ഫംഗ്ഷൻ ലൈക്ക് ദിസ്. See f from r minus set to minus 4 by 3. See the domain and range. Okay. Then അതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. f inverse of x equal to 4x by 4 minus 3x എന്ന്. എനിവേ 4x by 4 minus 3xൻ്റെ ഗ്രാഫ് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം എങ്ങനെ വരും. സി ഇവിടെ ഉണ്ട് h of x എന്നുള്ളത് 4x by 4 minus 3x ആണ്. Yes, it is 4x by 4 minus 3x. അതിൻ്റെ ഗ്രാഫാണിത്. റെഡിൽ കാണുന്നത് അതിൻ്റെ ഇൻവേഴ്സ് ആണ്. ഓക്കെ, ഇത് നമുക്ക് വേറെ രീതിയിൽ പ്ലോട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് y ഈക്വൽ ടു എക്സ് എന്ന ലൈനിൻ്റെ ഒരു മിറർ ഇമേജ്, ഇറ്റ്സ് എ ഡബിൾ സൈഡഡ് മിറർ ഇമേജ് ആയിട്ടാണ് നമ്മളത് കാണാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം. സേ ലൈൻ y ഈക്വൽ ടു എക്സ്. ഓക്കെ, ഇതിൻ്റെ റിഫ്ലക്ഷൻ എടുക്കാൻ പോവാണ്. റിഫ്ലക്റ്റിംഗ് ടൂൾ, റിഫ്ലക്റ്റ് അലോങ് എ ലൈൻ. സോ ആദ്യം y ഈക്വൽ ടു എക്സ്, പിന്നെ ഇത് ഗിവൺ f ഓഫ് എക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ് രണ്ട് ഭാഗത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി. ആ പുതിയ വന്നിരിക്കുന്ന കർവാണ് അതിൻ്റെ ഇൻവേഴ്സ്. ഇത് തന്നെയല്ലേ നേരത്തെ നമ്മൾ വരച്ച റെഡ് കളറിലുള്ള കർവും? സെയിം അല്ലേ? നോക്കൂ, ഇല്ലേ? സെയിം ആണ്. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻവേഴ്സ് പ്ലോട്ട് ചെയ്യാം. അതിനു മുമ്പേ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കണം നമ്മൾ. യെസ്, ഇവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഡൊമൈനിലും റേഞ്ചിലും ബൈജക്റ്റീവ് ആണ്. യെസ്, ഓക്കെ, അതിൻ്റെ ഇൻവേഴ്സ് കണ്ടോളൂ. യെസ്, ഇതുപോലെ നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാം. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണ് പറയാൻ പോകുന്നത്. എന്താണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്നാണ് ആദ്യം വി കൺസിഡർ സൈൻ എക്സ്. ഓക്കെ, സൈൻ എക്സ് ഇത് 1 1 ആണോ, ഓൺ ടു ആണോ? സി അതിൻ്റെ റേഞ്ച് -1 to 1 ചൂസ് ചെയ്യുന്നതുകൊണ്ട് ഓൺ ടു ആണെന്ന് ഉറപ്പാണ്, ഇല്ലേ? റേഞ്ച് നമ്മൾ -1 to 1 ആണ് ചൂസ് ചെയ്തത്. റേഞ്ച് -1 to 1 ആയതുകൊണ്ട് ഓൺ ടു ആണ്. ഈസ് ഇറ്റ് 1 1? നമുക്കതിന് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഉപയോഗിക്കും. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് എന്താണ്? ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ടച്ച് ചെയ്താൽ ഇറ്റ് ഈസ് നോട്ട് 1 1 എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? യെസ്, ഇറ്റ് കട്ട്സ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഓൺ ദ കർവ്. അപ്പോൾ നമുക്കിവിടെ 1 1 ആക്കി എടുക്കണം. അപ്പോൾ ഒരു ബെറ്റർ ചോയ്സ് ഓഫ് ഇൻ്റർവെൽ വെരി ക്ലോസ് ടു 0 ആയിട്ട് ക്ലോസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പോർഷൻസ് മാത്രം കട്ട് ചെയ്താൽ ഏത് പോർഷൻ എടുക്കാം?
ഒന്ന് ആലോചിച്ച് നോക്കൂ. സി ആ കർവ് ഉണ്ടല്ലേ, ആ പോർഷൻസ് മാത്രം എടുത്താൽ അത് 1 1 ആവില്ലേ? നോക്കിക്കോളൂ. ഹൊറിസോൺ യെസ്, ഒറ്റ പോയിന്റിലെ ടച്ച് ചെയ്യുന്നുള്ളൂ. പിന്നെ -1 to 1 ഫുള്ളി ഫിൽഡ് ആണ്. ദെൻ യെസ്, ഇതാണ്. അപ്പോൾ ഈ കർവിൻ്റെ -π/2 മുതൽ π/2 വരെയുള്ള പോർഷൻ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ഓൾ റിയൽ നമ്പർ എന്നുള്ള റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് -π/2 to π/2 എടുത്തിരിക്കുകയാണ്. സോ സൈൻ എക്സ് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 to π/2 ടു ക്ലോസ്ഡ് ഇന്റർവൽ -1 1 എന്ന് വെച്ചാൽ സൈൻ ഇൻവേഴ്സ് എക്സ് -1 1 മുതൽ -π/2 to π/2 വരെയും. ദാറ്റ് ഈസ് എ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് -π/2 to π/2. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ പ്ലോട്ട് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ റിഫ്ലക്ഷൻ ഓൾറെഡി ചെയ്തു വെച്ചുകൊണ്ട് ശ്രദ്ധിക്കുക. സി, ഇതായിരിക്കും അതിൻ്റെ റിഫ്ലക്ഷൻ. അതായിരിക്കും സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അത് -1 1 ടു ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2. ആ ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്ത ആ ഇന്റർവെലിനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് closed interval -π/2 to π/2. Yes. Next, cos x. Cos x ഇതാണ്. ഇവിടെയും 1 1 ആണോ 1 2 ആണോ ചെക്ക് ചെയ്യുന്നു ആദ്യം. ക്ലിയർലി -1 to 1 റേഞ്ച് ആയതുകൊണ്ട് 1 2 ആയിരിക്കും, 1 1 അല്ല. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് കട്ട്സ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ്. അതുകൊണ്ട് ഇവിടെയും ഒരു ബെറ്റർ പോർഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നു. വെരി ക്ലോസ് ടു 0 ഈസ് ദ ബെറ്റർ പോർഷൻ ഈസ് വെരി ക്ലോസ് ടു 0 ഈസ് 0 to π ഈസ് ബെറ്റർ അല്ലേ? 0 to π ആണ് ചൂസ് ചെയ്യുന്നത്. യെസ്, ഈ പോർഷനാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർലി 1 1 ആയിരിക്കും, 1 2 ആയിരിക്കും. സി 1 1 ആണ്, 1 2 ആണ്. അപ്പം ക്ലോസ്ഡ് ഇന്റർവൽ 0 πയിലോട്ട് ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യാണ് സൈൻ എക്സിൻ്റെ, സോറി കോസ് എക്സിൻ്റെ. ദെൻ കോസ് എക്സ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ 0 π ടു ക്ലോസ്ഡ് ഇന്റർവൽ -1 1. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് ഫ്രം -1 1 ടു 0 π ആയിരിക്കും. സോ ഇതിൻ്റെ ഇൻവേഴ്സ് y = എക്സിൻ്റെ റിഫ്ലക്ഷൻ ആയിട്ട് ഇതാ ഇങ്ങനെ വരും. ഇതാണ് കോസ് ഇൻവേഴ്സ് എക്സ്. So cos inverse x from -1 1 to 0 π ആണ്. Then the principal value branch of cos inverse x is closed interval 0 π. റേഞ്ചിനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് വിളിക്കുന്നത്. യെസ്, അടുത്ത ടാൻ എക്സ്. സി മൂവ് ചെയ്യുമ്പോൾ ഒരുപാട് പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. സോ 1 1 അല്ല, ബട്ട് ഇറ്റ് ഈസ് ഓൺ 2 ബിക്കോസ് ദ റേഞ്ച് ഈസ് ഓൾ റിയൽ നമ്പർ ആണ്. അപ്പോൾ ഇതിലും ബെറ്റർ പോർഷൻ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അതാ ആ ഒരു ലെയർ മാത്രം സെലക്ട് ചെയ്താൽ മതി. ക്ലിയർലി ഓൺ ടു ആവും. അത് -∞ മുതൽ ഇൻഫിനിറ്റി വരെ ഉണ്ട്. അത് മാത്രം സെലക്ട് ചെയ്താൽ മതി. സി, ഇറ്റ് ഈസ് 1 1 ആൻഡ് ഓൺ ടു. അപ്പോൾ ഓൾ റിയൽ നമ്പർ എക്സെപ്റ്റ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 എന്നുള്ളത് നമ്മൾ ഓപ്പൺ ഇന്റർവൽ -π/2 π/2 ആയിട്ട് ചുരുക്കി. സോ ടാൻ ഇൻവേഴ്സ് എക്സ് ഫ്രം ഓൾ റിയൽ നമ്പർ ടു ഓപ്പൺ ഇന്റർവൽ -π/2 π/2. ഇനി അതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെയാണ് വരുന്നത്? y = x ഇൻവേഴ്സ് ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ y = x റിഫ്ലക്ഷൻ ആയിട്ട്. സോ ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഓപ്പൺ ഇന്റർവൽ -π/2 ടു π/2. യെസ്, ടാൻ ഇൻവേഴ്സ് എക്സ് ഫ്രം ഓൾ റിയൽ നമ്പർ ടു ഓപ്പൺ ഇന്റർവൽ -π/2 π/2. ദെൻ അതുപോലെ കൊസീക് എക്സ് 1 1 അല്ല, ബട്ട് ഇറ്റ് ഈസ് ഓൺ ടു. -1 to 1 റേഞ്ചിലില്ല, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. സോ 1 1 ആവുന്ന തരത്തിൽ ഒരു പോർഷൻ ചൂസ് ചെയ്യാം. ഇതാണ് ആ ബ്ലൂ കളറിൽ കാണുന്ന പോർഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് ഫ്രം -π/2 ടു π/2. ബട്ട് 0 അവിടെ ഇല്ല, 0 നമ്മുടെ ഡൊമൈനിലില്ല, അത് ഒഴിവാക്കേണ്ടി വരും. ക്ലോസ്ഡ് ഇന്റർവൽ -π/2 ടു π/2 എക്സെപ്റ്റ് 0 എന്നാക്കി മാറ്റേണ്ടി വരും. സോ ക്ലിയർലി 1 1 ആണ്, ഓൺ 2 ആണ്. അപ്പം കൊസീക് എക്സ് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 ടു π/2 എക്സെപ്റ്റ് 0 ടു
to all real number minus open interval minus 1 1. അപ്പോൾ cosec inverse x all real number minus open interval minus 1 1 to closed interval minus pi by 2 to pi by 2 except 0 ആയിരിക്കും. യെസ്, അതിൻ്റെ ഇൻവേഴ്സ് ആണ് ആ കാണുന്നത്. ഈസി ആയിട്ട് പ്ലോട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. യെസ്, the principal value branch of cosec inverse x is closed interval minus pi by 2 except 0. Yes. And similarly sec inverse x നിങ്ങൾ ചെക്ക് ചെയ്യാം. It is closed interval 0 pi except pi by 2 ആണ് range. And cot inverse x domain all real number തന്നെയാണ്, range open interval 0 pi by 2. Yes. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ റേഞ്ച് അഥവാ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കണ്ടോളൂ. ആൻഡ് 0 to pi by 2 then pi then നെഗറ്റീവ് സൈഡിലോട്ട് minus pi by 2. നമ്മൾ ആ ബ്രാഞ്ച് ഒന്ന് കാണിക്കുന്നത് കണ്ടോളൂ. സൈൻ ഇൻവേഴ്സ് എക്സ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് pi by 2 ആണ്. സി ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് pi by 2 that's from ഫസ്റ്റ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് വരും. ആൻഡ് കോസ് ഇൻവേഴ്സ് എക്സ് ക്ലോസ്ഡ് ഇന്റർവൽ 0 pi ആണ്. സോ ഫസ്റ്റും സെക്കൻഡും. ടാൻ ഇൻവേഴ്സ് എക്സ് ഓപ്പൺ ഇന്റർവൽ മൈനസ് pi by 2 ഓപ്പൺ ഇന്റർവൽ ഞാൻ ഇങ്ങനെ കർവ് കാണിച്ചിരിക്കുന്നത്. യെസ്, അതുപോലെ കൊസീക് ഇൻവേഴ്സ് എക്സ് ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് pi by 2 എക്സെപ്റ്റ് 0. സി ദിസ്, എക്സെപ്റ്റ് 0. ആൻഡ് സീക് ഇൻവേഴ്സ് എക്സ് ക്ലോസ്ഡ് ഇന്റർവൽ 0 pi എക്സെപ്റ്റ് pi by 2 അവിടെ കാണാൻ പറ്റും. ആൻഡ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് ഓപ്പൺ ഇന്റർവൽ 0 pi. ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്, മറക്കരുത്. Yes, that's end of our first session. Next topic, properties of inverse trigonometric function. Thank you.